അമരക്കുനിയിലെ കടുവ 14 ദിവസമായി തുടരുന്നത് പിടികൂടിയ കൂട്ടിൽ തന്നെ. പരിക്കേറ്റ് കടുവയ്ക്ക് ചികിത്സ നൽകുന്നതും ഇതേ കൂട്ടിൽ വെച്ച്. വനം വകുപ്പ് പിടികൂടുമ്പോൾ കൈക്ക് പരിക്കുള്ള കടുവയെ കുപ്പാടിയിലെ കടുവ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് മാറ്റിയിരുന്നു. എന്നാൽ സ്ഥലപരിമിതിയെ തുടർന്ന് കൂട്ടിൽ നിന്ന് മാറ്റാനായില്ല. കുപ്പാടിയിലെ കേന്ദ്രത്തിൽ 7 കടുവകളെ പാർപ്പിക്കാൻ മാത്രമാണ് ശേഷിയുള്ളത്. ചികിത്സയ്ക്ക് കൂടുതൽ അനുയോജ്യമായത് തിരുവനന്തപുരമായതിനാലാണ് കടുവയെ അങ്ങോട്ട് മാറ്റുന്നതെന്നാണ് വനം വകുപ്പ് അധികൃതർ പറയുന്നത്. കടുവയുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും വയനാട്ടിൽ ആവശ്യത്തിന് കടുവ പരിപാലന കേന്ദ്രങ്ങൾ ഇല്ലാത്തതാണ് പ്രതിസന്ധി. കൂടുതൽ സെന്ററുകൾ ആരംഭിക്കാത്തതിന്റെ പ്രധാനപ്പെട്ട കാരണം കടുവകളെ യഥേഷ്ടം സഞ്ചരിക്കാൻ അനുവദിക്കണം എന്നുള്ള ചില ഉദ്യോഗസ്ഥന്മാരുടെ സമീപനമാണ്. പിടിക്കരുത് എന്നുള്ള സമീപനത്തിന്റെ ഭാഗമാണ്. സൗത്ത് വയനാട് ഡിവിഷനിൽ ഇതിനാവശ്യമുള്ളതായിരിക്കുന്ന സ്ഥലം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഒരുക്കി കഴിഞ്ഞാൽ കുപ്പാടി മോഡലിലുള്ളതായിരിക്കുന്ന സെന്റർ നിർമ്മിക്കാൻ 1 കോടി രൂപ MLA ഫണ്ടിൽ നിന്നും മാറ്റിവെക്കും. കുപ്പാടിയിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള ശുപാർശ വനം വകുപ്പ് സർക്കാരിന് സമർപ്പിച്ചെങ്കിലും ഇതുവരെ അംഗീകാരം കിട്ടിയിട്ടില്ല. ഫണ്ടിന്റെ അപര്യാപ്തതയാണ് പ്രധാന പ്രശ്നം. ഭൂവിസ്തൃതിയുടെ 38% വനമായ വയനാട്ടിൽ കടുവയുടെ സാന്നിധ്യം സ്ഥിരമായതിനാൽ കൂടുതൽ കടുവ പുനരധിവാസ കേന്ദ്രം സ്ഥാപിക്കണമെന്നാണ് ആവശ്യം. ന്യൂസ് മലയാളം, വയനാട്.